വാർത്തകൾ വിശദമായി. വനിതാ സംവരണ ഭേദഗതി ബില്ല് ലോക്സഭയിൽ പരാജയപ്പെട്ടു. വോട്ടെടുപ്പിൽ ബില്ലിന് 2/3 ഭൂരിപക്ഷം ലഭിച്ചില്ല. വോട്ടെടുപ്പിൽ 298 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 230 പേർ എതിർത്തു. अब मत विभाजन വിവരങ്ങളുമായി KJ ശ്രീജിത്താണ് ചെയ്യുന്നത്. ശ്രീജിത്ത്, അങ്ങനെ വനിതാ സംവരണ ഭേദഗതി ബില്ല് ലോക്സഭയിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. വോട്ടെടുപ്പിൽ ബില്ലിൽ 2/3 ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? BJPയും കേന്ദ്ര സർക്കാരും വലിയ രീതിയിൽ പ്രചരണം നടത്തി ലോക്സഭയിൽ എത്തിച്ച വനിതാ ബില്ല് പരാജയപ്പെട്ടിരിക്കുകയാണ്. വോട്ടെടുപ്പിലൂടെയാണ് ഇത് പരാജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനെ പിന്തുണച്ച് വനിതാ ബില്ലിനെ പിന്തുണച്ച് 298 പേർ രംഗത്തെത്തിയപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് 230 പേർ വോട്ട് ചെയ്തു. സഭയിൽ ഹാജരായവരുടെ 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബില്ല് പാസ്സാകുകയുള്ളൂ. അതിന് സാധിച്ചിട്ടില്ല. ഈ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതോടുകൂടി തന്നെ ഈ ബില്ല് പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും വലിയ പ്രചരണമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നടത്തിയത്. പക്ഷേ തുടക്കം മുതൽ തന്നെ നാം പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ ബില്ല് പരാജയപ്പെടുമെന്ന്. കാരണം സഭയുടെ 2/3 ഭൂരിപക്ഷം, കുറഞ്ഞത് 360 വോട്ടെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബില്ല് വിജയിച്ച് മുന്നോട്ട് വരികയുള്ളൂ. പക്ഷേ ഇത് പാസ്സാക്കാൻ നിലവിൽ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല. തുടർച്ചയായി കേന്ദ്ര സർക്കാരുമായി പരിശോധിക്കുകയാണെങ്കിൽ തുടർച്ചയായി 3ാമത്തെ ഒരു ബില്ലാണ് ഇത്തരത്തിൽ പരാജയപ്പെടുന്നത്. അങ്ങനെ 3 ബില്ലും പരാജയപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പ്രചരണം നടത്തുവാനാണ് ഇപ്പോൾ BJPയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും തീരുമാനം. സ്വാഭാവികമായി തന്നെ ഈ ബില്ല്, വനിതാ ബില്ലിനും വനിതകൾക്കും നിലവിൽ പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യ മുന്നണിയും എതിരാണെന്ന രീതിയിലുള്ള പ്രചരണമായിരിക്കും ഇനി ഉണ്ടാകുക. പ്രത്യേകിച്ച് തമിഴ്നാടും അതോടൊപ്പം തന്നെ ബംഗാളും തെരഞ്ഞെടുപ്പ് കാലത്തിലാണ്. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ പ്രദേശങ്ങളിൽ ഇത്തരം വനിതാ ബില്ലിനെ ചർച്ചയാക്കിയെങ്കിലും പ്രയോജനമുണ്ടാക്കാനാണ് ഇപ്പോൾ BJPയുടെ തീരുമാനം. കാരണം അവർക്ക് ഈ ബില്ലുമായി മുന്നോട്ട് വന്നപ്പോൾ തന്നെ അറിയാവുന്ന കാര്യമാണ് ഈ ബില്ല് പരാജയപ്പെടുമെന്നത്. കാരണം അത് വിജയിപ്പിക്കാനുള്ള കേവല ഭൂരിപക്ഷം, അതോടൊപ്പം തന്നെ അംഗസംഖ്യ ലോക്സഭയിൽ ഇല്ലാത്ത പശ്ചാത്തലത്തിലാണ് അവർ ഇത്തരത്തിലൊരു നീക്കവുമായി മുന്നോട്ട് വന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അത് ഇന്നലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളിലെ പലരും ഉന്നയിച്ചിരുന്നതാണ്. നിങ്ങൾക്ക് വനിതകളോടുള്ള സ്നേഹമല്ല, തിരഞ്ഞെടുപ്പിനോടുള്ള സ്നേഹമാണ്, തിരഞ്ഞെടുപ്പ് വിജയം മുന്നിൽ കണ്ടുള്ള നീക്കം മാത്രമാണ് ഇതെന്നും വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. എന്തായാലും ബില്ല് 298 വോട്ട് നേടിയപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് 230 പേർ വോട്ട് ചെയ്തു. അങ്ങനെ ഇത് പരാജയപ്പെട്ടിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. വനിതാ സംവരണ ഭേദഗതി ബില്ല് ലോക്സഭയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. വോട്ടെടുപ്പിൽ ബില്ലിന് 2/3 ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല. വോട്ടെടുപ്പിൽ 298 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 230 പേർ എതിർക്കുകയായിരുന്നു. അത്തരത്തിൽ വനിതാ സംവരണ ഭേദഗതി ബില്ല് ലോക്സഭയിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ശ്രീജിത്ത് KJ ആണ്. വനിതാ സംവരണ ബില്ലിൽ പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ച് ആഭ്യന്തരമന്ത്രി അമിത് ഷാ. സംവരണം എന്ന തത്വത്തെയാണ് പ്രതിപക്ഷം എതിർത്തത്. വനിതാ ശാക്തീകരണം നടപ്പാക്കുക എന്നതാണ് NDA ലക്ഷ്യം. എന്നാൽ ഉപാധികൾ വെച്ച് പ്രതിപക്ഷം അതിനെ എതിർത്തു എന്ന് അമിത് ഷാ ലോക്സഭയിൽ പറഞ്ഞു. अगर मगर किंतु परंतु इसका उपयोग कर स्पष्ट रूप से महिला आरक्षण का विरोध किया है और मान्यवर कई जगह पे ऐसा दिखाई पड़ा कि विरोध हमारे दृष्टिकोण की जगह हमारे इम्प्लीमेंटेशन के तरीके पर है। परंतु मैं इस सदन के माध्यम से देश की जनता के सामने स्पष्ट करना चाहता हूं कि ये जो विरोध है वो इम्प्लीमेंटेशन का नहीं है। ये विरोध केवल और केवल महिला आरक्षण का ही विरोध किया।